Hi dear students, my name is Sharus Litton. Today we are going to discuss about chapter 2 Banking part 2 Problems and Solutions. Question number 1. Mr. Brito deposits a certain sum of money each month in a recurring deposit account of a bank. If the rate of interest is of 8% per annum and Mr. Brito gets rupees 8,088 from the bank after 3 years, find the value of his monthly installment. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാറ്? Given datas എഴുതും അല്ലേ? എഴുതിക്കൊള്ളാം given datas. ആദ്യം തന്നിട്ടുള്ളത് the rate of interest R is equal to 8% and maturity value അടുത്തത് തന്നിട്ടുണ്ട് rupees 8,088. next one n is equal to 3 years ലാണ് നമുക്ക് തന്നിട്ടുള്ളത്. years എഴുതാൻ പാടില്ല, നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? 3 into 12 36 months. okay, then p find the value of his monthly installment. അതാണ് p എന്ന് പറയുന്നത്. p നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ p ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ള മെച്യൂരിറ്റി വാല്യൂന്റെ ഫോർമുല വെച്ചിട്ടാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മെച്യൂരിറ്റി വാല്യൂന്റെ ഫോർമുല എഴുതിക്കോളൂ. mv is equal to p into n, total sum, plus p into n into n plus 1 p into n plus 1 divided by 2 into 12 into 8 by 100. Sorry, here r. Value substitution കൊടുക്കാൻ വരട്ടെ. ഫോർമുല ആദ്യം എഴുതാം ട്ടോ. r by 100. ഇനി നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുക. വാല്യൂസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് p യുടെ രണ്ട് ടേം വരും ട്ടോ. കാരണം p അൺനോൺ ആണ്. അപ്പോൾ മെച്യൂരിറ്റി വാല്യൂ വരുന്നത് rupees 8,088 is equal to p അറിയില്ല, n എന്ന് പറയുന്നത് 36 ആണ്, പ്ലസ് p ഇവിടെ അതുപോലെ തന്നെ അൺനോൺ ആണ്, അങ്ങനെ തന്നെ ഇടാം. and 36 into n plus 1, n plus 1 37 divided by 2 into 12 into 8 by 100. ഓക്കെ, ഞാൻ പറയാറുണ്ട് കട്ട് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ കട്ട് ചെയ്ത് സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എഴുതാമെന്നുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. 2 8 4 and this 4 and 100 25 times. okay, and 12 ഉം 36 ഉം എത്ര വരും? നമുക്ക് 3 വരും. ഓക്കെ, അപ്പം നമുക്ക് 3 into 37 വരും. 3 into 37p 3 into 37p എന്ന് പറയുന്നത് വാല്യൂ വരുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് p into ഇവിടെ 36p പ്ലസ് ഹിയർ 3 into 37 വരുന്നത് 111. okay, 111p divided by 25. okay, നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് 25 into 36p plus 111p divided by 25. 25 into 36 എന്ന് പറയുന്നത് 900 ആണ് വരുന്നത്. 900p plus 111p divided by 25. നമുക്ക് ഇങ്ങനെ എഴുതാം. 8088 is equal to 900p plus 111p is equal to 11011 ആണ് നമുക്ക് ആൻസർ വരുന്നത്. 1011p divided by 25. ഹിയർ ഇനി നമുക്ക് p കണ്ടുപിടിക്കണം. എളുപ്പമാണ് അല്ലേ? p കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? p നെ മാത്രം അവിടെ നിർത്താം, ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും. p is equal to ഫൈനൽ ആൻസറിലേക്ക് എത്തിട്ടോ. p equal to 8088 into 25 divided by 1011. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വരും. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് തെറ്റിക്കും, നിങ്ങൾ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ തെറ്റിക്കും. അതുകൊണ്ട് പോസ് ചെയ്തതിന് ശേഷം ചെയ്തു നോക്കാം, എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്യാം കേട്ടോ. Question number 2. Shahrukh opened a recurring deposit account in a bank and deposited rupees 800 per month for 1.5 years. If he received rupees 15,084 at the time of maturity, find the rate of interest per annum.
given data ചെയ്താൽ given datas P തന്നിട്ടുണ്ട് നമുക്ക് P equal to 800 rupees and N is equal to 1.5 years. അപ്പോൾ ഇതിനെ മാറ്റുന്ന സമയത്ത് സിമ്പിൾ ആണ്. 1 ഇയറിൽ എത്ര മന്ത്സ് ഉണ്ട്? 12 പ്ലസ് എന്ത് ചെയ്യുക? ഹാഫ് ഇയറിൽ എത്ര മന്ത്സ് ഉണ്ട്? 6 അല്ലേ? സോ 12 പ്ലസ് 6 18 months. ഇങ്ങനെ എടുക്കാം കേട്ടോ, നിങ്ങൾക്ക് എളുപ്പം കിട്ടും. ഇനി അടുത്തത് if he received maturity value ആണ് തന്നിട്ടുള്ളത് is equal to 15,084 rupees and R unknown ആണ്, കണ്ടുപിടിക്കണം അല്ലേ? ഡയറക്റ്റ് എന്ത് ചെയ്യണം? മെച്യൂരിറ്റി വാല്യൂ ആണ് തന്നിരിക്കുന്നത്. സോ മെച്യൂരിറ്റി വാല്യൂന്റെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യണം അല്ലേ? മെച്യൂരിറ്റി വാല്യൂന്റെ ഫോർമുല എഴുതിക്കോളൂ. മെച്യൂരിറ്റി വാല്യൂ is equal to P into N total sum invested plus P into N into N plus 1 divided by 2 into 12 into R by 100. Values apply cheya. MV 15,084 is equal to P 800 into 18. 800 into 18 plus 800 into 18 into 19. 18 plus 1 19. Okay, divided by 2 into 12 into R അങ്ങനെ തന്നെ R by 100. R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 800 into 18 ആദ്യം തന്നെ ചെയ്യാം. 800 into 18 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, ചെയ്ത് നോക്കാം നിങ്ങൾ, 800 18 into 8 ചെയ്ത് നോക്കിയിട്ട് 2 0 ആഡ് ചെയ്താൽ മതി, 14,400 വരും. ഓക്കെ, പ്ലസ് ഇവിടെ കട്ട് ചെയ്യാവുന്നതൊക്കെ കട്ട് ചെയ്തിടാം. അപ്പം നമുക്ക് 400 12ഉം 18ഉം 6 ഉണ്ടല്ലോ, ഹിയർ ഇൻറ്റു ആണ് കേട്ടോ. അത് 6ൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും, ആൻഡ് ഇവിടെ എന്ത് വരും? 3 വരും. ദെൻ ഇവിടെ 100 2 again 200 ആൻഡ് ഒന്നുകൂടി കട്ട് ചെയ്യാം, നമുക്ക് 2 മാത്രം വരും. ഓക്കെ, അപ്പോൾ 2 into 3 into 19 ശരിക്കും എഴുതാം കേട്ടോ. 2 into വിട്ട് പോരുത്, 2 into 3 into 19 R. 2 into 3 into 19 R ആണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ 2 into 3 into 19 R എന്ന് പറയുന്നത് നോക്കാം, 6 into 19 R. ഈ ഒരു വാല്യൂ നമുക്ക് 114 ആണ് കേട്ടോ വരാം. അപ്പോൾ 15,084 മൈനസ് 14,400 is equal to നമുക്ക് 114 R വരും. ഇതൊന്ന് മൈനസ് ചെയ്തേ. മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് വാല്യൂ വരുന്നത് 684 rupees ആണ് കേട്ടോ. 684 is equal to 114 R. ഇനി R കിട്ടാൻ എന്ത് ചെയ്താൽ മതി? R is equal to 684 divided by 114. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കൊണ്ടൊക്കെ കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ വരുന്ന വാല്യൂ 6 ആണ് കേട്ടോ. അപ്പോൾ R ആയതുകൊണ്ട് 6%. ഫൈനൽ ആൻസർ എന്ത് വന്നു? R is equal to 6%. ക്ലിയർ ആണല്ലോ? Question number 3. Katrina opened a recurring deposit account with a nationalized bank for a period of 2 years. If the bank pays interest at the rate of 6% per annum and a monthly installment is ₹1,000, find the interest earned in 2 years and maturity value. എല്ലാ പ്രോബ്ലത്തിലും ചെയ്യുന്ന പോലെ നമ്മൾ എന്താ ചെയ്യുക? ഗിവൺ ഡാറ്റാസ്. ഇതിൽ നമുക്ക് R തന്നിട്ടുണ്ട് 6%. Then N is equal to 2 years ആണ് തന്നിരിക്കുന്നത്. Converted to months, 2 into 12, 24 months. Then തന്നിട്ടുള്ളത് P ആണ്. P equal to 1,000 rupees. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Then നമുക്കിനി ഇൻട്രസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് ഏൺഡ് ഇൻ ദിസ് 2 years. അത് നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ I is equal to ഫോർമുല എന്താണ്? P into N into N plus 1 divided by 2 into 12 into R by 100. Okay,
ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. വാല്യൂസ് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. 1000 into 24 into 25 divided by 2 into 12 into 6 by 100. കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം. നമുക്കിവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. ആൻഡ് 2 6 3 12 and 24 2. then ഇനി വരുന്നത് എത്രയാണ്? അപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം പോയി കഴിഞ്ഞു. നമുക്ക് 10 into 2 into 25 into 3 കാൽക്കുലേറ്റ് ചെയ്യാം. 10 into 2 20, then 20 into 3 എത്രയാണ് വരാ? 60 into 25. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 60 into 25 ചെയ്ത് നോക്കാം. ആൻസർ വരുന്നത് 1500 rupees. അപ്പോൾ ഐ എത്ര വന്നു? ഐ ഈക്വൽ ടു 1500 rupees. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിട്ടോ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ മെച്യൂരിറ്റി വാല്യൂ ഏൺ. മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നതിന്റെ ഫോർമുല ഏതാ? എം വി is equal to പി ഇൻറ്റു എൻ പ്ലസ് ദിസ് ഐ. ഓക്കെ, ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റിന്റെ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ച കാരണം കൊണ്ട് ഇനി ഈ ഫോർമുല രണ്ടാമത് എഴുതണമെന്നില്ല. then പി ഇൻറ്റു എൻ, പി എത്രയാണ്? 1000 into 24 പ്ലസ് ഐ എത്രയാണ്? 1500. മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. 24,000 പ്ലസ് 1500 നമുക്ക് വാല്യൂ വരുന്നത് 25,500 rupees. വളരെ എളുപ്പമായിരുന്നു അല്ലേ പ്രോബ്ലം? ഇതുപോലെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസും നമുക്ക് എക്സാമിന് വരാറുണ്ട് കേട്ടോ. ഇത് 2015 ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4. Mr. Richard has a recurring deposit account in a post office for 3 years at 7.5% per annum simple interest. If he gets rupees 8,325 as interest at the time of maturity, find the monthly installment and total amount അല്ലെങ്കിൽ amount of maturity. Okay, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഗിവൺ ഡാറ്റ ചെയ്താൽ ഇപ്പം നിങ്ങൾക്ക് ഒരുവിധം എളുപ്പമായിട്ടുണ്ടാവും. എല്ലാ പ്രോബ്ലംസ് കാണുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ടാവും. ചെയ്യാം. ഗിവൺ ഡാറ്റാസ് അതിൽ ഫസ്റ്റ് 3 years, n is equal to 3 years converted to months. 3 into 12 is equal to 36 months. Then annual percentage തന്നിട്ടുള്ളത് r is equal to rate of interest 7.5%. and if he gets maturity value നമുക്ക് തന്നിട്ടില്ല, പകരം തന്നിട്ടുള്ള if he gets rupees 8,325 as interest. ശ്രദ്ധിക്കാട്ടോ, ഇൻട്രസ്റ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. interest is equal to 8,325 time of maturity, അതായത് 3 years കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് ടോട്ടൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 8,325 ആണ്. ഇനി മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റിന്റെ ഫോർമുലയില് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്താ വരാ? ഐ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു ആർ ബൈ 100. ഇവിടെ എന്തുണ്ട്? പി ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. എന്തായാലും വാല്യൂ കിട്ടും. then പിയുടെ വാല്യൂ, ഐയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഐയുടെ വാല്യൂ എടുക്കാം. 8,325 is equal to പി അറിയില്ല. n 36 into 37 divided by 2 into 12 into 7.5 by 100. ഓക്കെ, ഇത്രയാണ് ചെയ്യാനുള്ളത്. ഇനി എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 2 36 കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 18 വരും. then 18 and 12 കട്ട് ചെയ്യാം. 3 times in 6 and 2 times in 12. 6 2 times in 12. ഇനി എന്താ ചെയ്യാനുള്ളത്? കാൽക്കുലേഷൻ ഡയറക്റ്റ്, വേറെ അധികമൊന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാനില്ലെങ്കിൽ വേറെ ഒന്നും ആലോചിക്കാനില്ല. 3 into 37 into 7.5 p divided by 200.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 37 into 7.5 മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വരുന്ന വാല്യൂ 832.5 ആണ് കേട്ടോ. 832.5 p divided by 200. അല്ലെങ്കിൽ എന്ന് ചെയ്യാം, പീനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് എല്ലാവരെയും അപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ റെസിപ്രോക്കൽ വരും. രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ പി ഈക്വൽ ടു, ഞാൻ ഇനി അത് ചെയ്യാൻ പോവാണ്. പീനെ മാത്രം നിർത്തിയിട്ട് ബാക്കി വാല്യൂസിനെ നമ്മൾ 8000 അല്ലെങ്കിൽ ഇൻട്രസ്റ്റിന് അടുത്തേക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് 8325 into 200 divided by 32.5. ഓക്കെ. ആൻഡ് ഇനി എന്താ ചെയ്യുക, ഇവിടെ ഒരു പോയിന്റ് കിടക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അല്ലേ, നമുക്ക് ഇവിടെ നോക്കിയാൽ രണ്ടും കട്ട് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ പോയിന്റ് ഒരു പ്രശ്നമാണ്. പോയിന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇൻറ്റു 10 ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വാല്യൂ വീണ്ടും 8325 ഇൻറ്റു 2000 ഡിവൈഡഡ് ബൈ 8325. കട്ട് ചെയ്യാം. രണ്ട് വാല്യൂസ് നമുക്ക് കട്ട് ചെയ്ത് പോയി. അപ്പോൾ ആൻസർ എത്ര വന്നു? 2000 rupees. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇൻട്രസ്റ്റ്. then amount of maturity. എളുപ്പമാണ്. amount of maturity എങ്ങനെ കണ്ടുപിടിക്കാം? MV ഫോർമുല എഴുതാം. MV is equal to P into N plus this interest. P into N. P കണ്ടുപിടിച്ചു കഴിഞ്ഞു. P എത്രയാണ് നമുക്ക് വന്നത്? 2000 rupees ആണ് കേട്ടോ വരുന്നത്. 2000 rupees. 2000 into N വരുന്നത് 36 months ആണ്. 36. അപ്പോൾ 2000 into 36 plus ഇൻട്രസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതെടുത്ത് എഴുതാം. 8325. സോ നമുക്ക് 36 into 2 ചെയ്യാൻ നമുക്ക് അറിയാം. 72,000 plus 8325. കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എമൗണ്ട് ഓഫ് മെച്യൂരിറ്റി ഓർ മെച്യൂരിറ്റി വാല്യൂ നമുക്ക് കിട്ടും. This is equal to final answer വരുന്നത് 80,325 rupees. Okay, maturity value വരുന്നത് എത്രയാണ്? 80,325 rupees. ക്ലിയർ അല്ലേ? എല്ലാം വളരെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണേ. This is our last question. Question number 5. Mr. Gupta opened a recurring deposit account in a bank. He deposited rupees 2,500 per month for 2 years. At the time of maturity, he got rupees 67,500. Find the total interest earned by Mr. Gupta and the rate of interest per annum. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ചെയ്യാം. Given datas. എന്ത് എഴുതണം? ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് പി ആണ്. മന്ത്ലി ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്യുന്ന എമൗണ്ട് 2,500. മിസ്റ്റർ ഗുപ്ത മന്ത്ലി 2,500 rupees ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആൻഡ് N is equal to 2 years. സോ നമുക്ക് 2 into 12 24 months വരും. 24 months. നെക്സ്റ്റ് വൺ, മെച്യൂരിറ്റി വാല്യൂ MV is equal to 67,500 rupees. Thus, the total interest earned by Mr. Gupta. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് R അറിയണം അല്ലേ? R അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ടോട്ടൽ മണി ഡെപ്പോസിറ്റഡ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കുക? ടോട്ടൽ മണി ഡെപ്പോസിറ്റഡ്. Total money deposited P into N. Here P is equal to 2,500 into 24 months. ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന വാല്യൂ 60,000. 60,000 rupees. അപ്പോൾ ടോട്ടൽ മണി ഡെപ്പോസിറ്റഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ മണി ഡെപ്പോസിറ്റഡിൽ നിന്ന് മെച്യൂരിറ്റി വാല്യൂയിൽ നിന്ന് ടോട്ടൽ മണി ഡെപ്പോസിറ്റഡ് മൈനസ് ചെയ്താൽ മതി. ഫോർമുല അപ്ലൈ ചെയ്യാണ്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു മെച്യൂരിറ്റി വാല്യൂ മൈനസ് ടോട്ടൽ മണി ഡെപ്പോസിറ്റഡ്.
എന്ത് ചെയ്യാം നമുക്ക്? മെച്യൂരിറ്റി വാല്യൂ 67,500 ആണ് മൈനസ് 60,000 ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് 7,500. സോ ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. കാരണം ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഫോർമുല യൂസ് ചെയ്തിരുന്നത്? നമുക്ക് R തന്നിട്ടില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തരാത്തത് കൊണ്ട് മെച്യൂരിറ്റി വാല്യൂവിൽ നിന്ന് ടോട്ടൽ മണി ഡെപ്പോസിറ്റഡ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയല്ലോ. ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ഏൺഡ് ബൈ മിസ്റ്റർ ഗുപ്ത കിട്ടി നമുക്ക് 7,500 rupees. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, this is first question. Second question, the rate of interest per annum. ഇനിയപ്പോ ഡയറക്റ്റ് ഇൻട്രസ്റ്റിന്റെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഇൻട്രസ്റ്റിന്റെ ഫോർമുല അല്ലെങ്കിൽ മെച്യൂരിറ്റി വാല്യൂയുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. മെച്യൂരിറ്റി വാല്യൂ is equal to P into N plus P into N into N plus 1. N into N plus 1 divided by 2 into 12 into R by 100. Okay. എന്ത് ചെയ്താൽ മതി? P into N നമുക്കറിയാം. P into N നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 60,000 പ്ലസ് ഇൻട്രസ്റ്റ് നമുക്ക് എത്ര കിട്ടി? 7,500. അതിൽ R നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണം? ഈ വാല്യൂസ് നമ്മൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ. 60,000 plus P the value 2,500 into N 24. 24 into 25 divided by 2 into 12 into R അറിയില്ല. R by 100. ഓക്കെ. നമ്മൾ ചെയ്ത് വരുമ്പോൾ 2 times and this 2 cut out, ഈ 2 cut out. Denominator ni 100 cut out. 25 into 25 വരും നമുക്ക്. 60,000 plus 25 into 25 അറിയാലോ 625 R. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? R വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം മെച്യൂരിറ്റി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 67,500 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാം? 60 R മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് 67,500 മൈനസ് 60,000 വരും. ദാറ്റ് ഈസ് 7,500. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇൻട്രസ്റ്റിന്റെ ഫോർമുല എടുത്താലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ. അപ്പോൾ 7,567 67,500 minus 60,000 is equal to 625 R. 7,500 divided by 625 is equal to R. Solve ചെയ്യുന്ന സമയത്ത് R ന്റെ വാല്യൂ നമുക്ക് R is equal to നമുക്ക് 12% കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. കാൽക്കുലേഷൻ ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമുള്ള മെത്തേഡ്? 25 യൂസ് ചെയ്യാം. എളുപ്പമുള്ള മെത്തേഡ് ഏതാണ്? അതോട് കട്ട് ചെയ്ത് നമുക്ക് 12% ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.